കണ്ണാടിക്കൽ ചന്തയിലാണുള്ളത്. കൂറ്റഞ്ചേരി ശിവക്ഷേത്രത്തെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചന്തയാണ് കേട്ടോ ഇവിടെ ഈ ഒരു സമയത്തുള്ളത്. എല്ലാ വർഷവും ഡിസംബർ അവസാന വീക്കിൽ, അതായത് ഒരു 24-ാം തീയതി മുതൽ ഡിസംബർ 31 വരെയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളായിട്ട് ഒരു കിടിലൻ ചന്തയുണ്ടാവും കേട്ടോ. കണ്ണാടിക്കൽ ചന്ത എന്നും പറഞ്ഞിട്ട് പണ്ട് കാലത്തൊക്കെ ഇവിടെ കാലിച്ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാലിച്ചന്തയും കാര്യങ്ങളൊന്നുമില്ല, ഇപ്പം മനുഷ്യന്മാരുടെ ചന്തയാണ്. ഒരു ലോകമാണ്. രാത്രി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ദിവസങ്ങളിൽ ഒരുപാട് കിടില റൈഡുകൾ, മരണക്കിണറുണ്ട്, അതേപോലെ യന്ത്രൂഞ്ഞാലുണ്ട്, യന്ത്രത്തോണി, ആകാശത്തോണി, അങ്ങനെ ഓരോ സംഭവങ്ങൾ, കുട്ടികളുടെ റൈഡുകൾ വേറെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. അപ്പോൾ ഒരുപാട് ആളുകളാണ് ഇവിടെ എത്തിപ്പെടുന്നത് എല്ലാ വർഷവും. അതേപോലെ തന്നെ എല്ലാ ദിവസവും രാത്രിയിൽ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്, നാടകം, ഗാനമേള, അങ്ങനെ ഓരോരോ ദിവസം ഓരോരോ കിടിലം പരിപാടികളുണ്ട് കേട്ടോ. കണ്ണാടിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ അർജുൻ്റെ ഒരു വിഷയം വന്നതിന് ശേഷം വളരെ ഫേമസ് ആയൊരു സ്ഥലം കൂടിയാണ് നമ്മളെ ഈ കണ്ണാടിക്കൽ. കോഴിക്കോടിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ്. കോഴിക്കോട് നിന്ന് ഒരു 4-5-6 കിലോമീറ്ററും കൂടെ പോന്നു കഴിഞ്ഞാൽ മലാപ്പറമ്പ്, പാറപ്പടി നിന്ന് തിരിഞ്ഞു വന്നാലാണ് ഈ വരുന്നത് കേട്ടോ. ഈ പറമ്പിൽ ബസാറ്, പറമ്പിൽ പള്ളി ഒക്കെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ ഈ കണ്ണാടിക്കൽ. നമ്മൾ വന്നന്ന് അത്യാവശ്യം തിരക്കുണ്ട്, പക്ഷേ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. അന്ന് കോഴിക്കോട് പുതിയാപ്പ ഉത്സവം തീരുന്ന ദിവസം ആയതുകൊണ്ട് തീരെ ആളില്ലായിരുന്നു. ഒരു മീഡിയം ലെവലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അല്ലാത്ത ദിവസം പോയി കഴിഞ്ഞാൽ ഇവിടെ കാലെടുത്ത് വെക്കാൻ കഴിയില്ല. ഇവിടെ ഞങ്ങൾക്ക് എല്ലാ റൈഡിലും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് കയറാൻ കഴിഞ്ഞ അന്ന് വലിയ തിരക്കില്ലാണ്ട് തന്നെ. ഇവിടുത്തെ യന്ത്രൂഞ്ഞാൽ പറഞ്ഞ ഒരു ഭയങ്കര ഒന്നൊന്നര കണ്ട തെങ്ങൊക്കെ ഉണ്ടല്ലോ, തെങ്ങൊക്കെ താഴെയാണ്, തെങ്ങിനെക്കാട്ടും ഉയരത്തിലാണ് കേട്ടോ ഇവിടുത്തെ യന്ത്രൂഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്രയും വലിയൊരു യന്ത്രൂഞ്ഞാലാണ് ഇവിടെ സെറ്റ് ചെയ്തത്. അതിൻ്റെ നേരെ ചെറുത് അപ്പുറത്തെ സൈഡിലൊന്ന് വേറെ ഉണ്ട് കേട്ടോ. യന്ത്രൂഞ്ഞാലൊക്കെ കയറിയാൽ മുതലായി പോകും, കാരണം അത്രയും ഹൈറ്റിലല്ലേ കറങ്ങുന്നത്. കണ്ണാടിക്കൽ ചന്ത മുഴുവൻ കാണാം. അതേപോലെ ഒരുപാട് ഫുഡ് കോർട്ടുകൾ കാര്യങ്ങളൊക്കെ അതുണ്ട്. പിന്നെ നമ്മളെ എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്ന വള, പൊട്ട് കാര്യങ്ങളൊക്കെ വെക്കുന്ന ഫാൻസി കടകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനെ എന്താ പറയുക, എറിഞ്ഞിട്ട് തള്ളിയിടുന്ന കുറേ കാര്യങ്ങളൊക്കെ അത് വേറെ ഉണ്ട് കേട്ടോ. ഏതായാലും പരിപാടിക്ക് വന്നാൽ ഒരു നഷ്ടം ഉണ്ടാവില്ല കേട്ടോ, അത്രയും പരിപാടികളാണ്. പിന്നെ അതാണെങ്കിൽ ഉത്സവത്തിനൊക്കെ വരുന്ന ആൾക്കാർ അമ്പലത്തിലും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇവിടെ വന്നിട്ട് പരിപാടികളൊക്കെ കണ്ടങ്ങനെ പോകാമല്ലോ. ഏതായാലും നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആദ്യമായിട്ട് പരിപാടിയിൽ ആകാശത്തോണി ചെങ്ങായിമാരൊക്കെ ടോപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് ലേശം പേടി വേണം. അത്രയ്ക്ക് ടോപ്പിലേക്ക് അങ്ങോട്ട് പോയില്ലട്ടോ. ആദ്യം വീഡിയോ എടുക്കാൻ നല്ല വേണ്ട, പിന്നെ വീഡിയോ ഫോണിരിക്കാനൊന്നും തോന്നുന്നില്ല. ചേച്ചിക്ക് അതൊക്കെ അരച്ചിൽ തുടങ്ങിയത് ബാക്ക് കുത്തിയത്. നമുക്ക് ലേശം പേടി ഉണ്ട്, എന്നാലും അങ്ങനെ കാണിക്കാൻ പറ്റില്ല ക്യാമറ. ടീംസ് ഇതാ കണ്ണനും ടീമും ഇതാ ഏറ്റവും ടോപ്പ് കയറിയിരിക്കുന്നു. പാഹന്മാർക്ക് പേടിയില്ല.
നമുക്ക് ടൈം ഒന്നും മറ്റേ സാധനം ഏതായാലും വരുന്ന ആൾക്കാരൊക്കെ ഇനിയിപ്പോൾ അടുത്ത വർഷം പോയി. ഈ വർഷത്തൊക്കെ ഏകദേശം കഴിക്കുന്നു. ന്യൂ ഇയറൊക്കെ കഴിക്കില്ല. വീഡിയോ ഇടാൻ ഏകദേശം നേരം പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം ആരും മറന്നു കൊണ്ടിട്ടോ. ഒരു ഡിസംബർ 24, 25 ആകുമ്പോൾ ഇങ്ങോട്ട് പോകുന്നോളാണ്ടി. ഏതായാലും നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ റോട്ടിലൊക്കെ നിറഞ്ഞ ആൾക്കാരാണ്. അപ്പുറത്തുണ്ട് മരണക്കിണർ, മറ്റേ എന്തുറിഞ്ഞാലും കാര്യങ്ങളൊക്കെ. ഏതായാലും നമ്മുടെ നാടിൻ്റെ ഒരു അടിപൊളി ഉത്സവമാണ് കേട്ടത്. ഒരിക്കലും മിസ് ചെയ്തിട്ട് ഒരൊറ്റ കൊല്ലവും. വന്നിട്ട് നമ്മളെ ഈ സാധനമല്ലോ, എന്താ അതിൻ്റെ പേര്, പോപ്കോൺ, ഇതൊക്കെ ഒന്ന് പുഴുങ്ങിയൊക്കെ അതിലൊന്ന് അടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ട് പോയിക്കൊള്ളേണ്ടി. അത് തന്നെ അത് ഭ്രാന്ത് പിടിച്ചിട്ട് കുലുക്കി സർവത്ത് എറിഞ്ഞ് പൊട്ടിക്കുന്നു. എയിലൊക്കെ അവനെടുത്ത് എറിയുന്നു നോക്കി. ഓ ഇല്ലാതെ ജാതി. ഇപ്പോൾ പൊട്ടും ഗ്ലാസ് എല്ലാം കൂടി മതിയടാ. ഏതായാലും ലാസ്റ്റായിട്ട് ഈ കുലുക്കി സർവത്തും കുടിച്ചിട്ട് വേഗം വിട്ടോളിട്ട പോലെയൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. ബൈ.